2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. നിർമ്മിത ബുദ്ധിയും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത്, ഗാന്ധി വിചാരധാരം, NCC രാമോർമ്മ യൂണിറ്റ് എന്നീ പ്രസ്ഥാനങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചത്. ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, സർവ്വമത പ്രാർത്ഥന, പുനരർപ്പണ പ്രതിജ്ഞ, സെമിനാർ എന്നിവ മുഖ്യ ഇനങ്ങളായിരുന്നു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ S. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിയും സുസ്ഥിര വികസനവും എന്നതാണ്. നിങ്ങളൊക്കെ പഠിച്ച് ജോലി നേടാൻ നിൽക്കുകയാണ് അല്ലേ? ജോലി വേണ്ടേ? പഠിക്കുന്നത് എന്തിനാണ്? നല്ല വ്യക്തിയായി തീരണം, ഒപ്പം സ്വന്തമായി തൊഴിലുണ്ടാകും. പക്ഷെ എന്നെ അലട്ടുന്ന ഒരു വിഷയം, നിങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ള ജോലി പോകുമോ എന്നതാണ്. നിങ്ങളുടെ സ്ഥാനത്ത്, നിങ്ങളുടെ അധ്യാപകർ സ്ഥാനത്ത്, ശിവസാർ സാറിൻ്റെയും ആശാ ടീച്ചറിൻ്റെയൊക്കെ സ്ഥാനത്ത് റോബോട്ട് വന്ന് പഠിപ്പിച്ചാൽ, സോഫി വന്ന് പഠിപ്പിച്ചാൽ ആര് ജോലി പോകും? ആരും ജോലി പോകും? ടീച്ചർമാരുടെ ജോലി പോകും അല്ലേ? കൽപ്പണി ചെയ്യുന്ന ആളുകൾ ആ സ്ഥലത്തേക്ക് കെട്ടിടം നിർമ്മിക്കാനായി റോബോട്ടുകൾ വന്നാൽ ആര് ജോലി പോകും? ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി പുനരർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന സെമിനാറിൽ നിർമ്മിത ബുദ്ധിയും സുസ്ഥിര വികസനവും എന്ന വിഷയം ഡോക്ടർ S. മുരളീധരൻ അവതരിപ്പിച്ചു. രാഘവൻ അയ്യമ്പള്ളി അധ്യക്ഷത വഹിച്ചു. രവി KA, സരസൻ എടവനക്കാട്, അഡ്വക്കേറ്റ് മേധാ മരിയ മാത്യു, ആശാദേവി, NCC സർജന്മാരായ രജനീഷ് കുമാർ, വികാസ് രട്ടൻ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപകൻ KP ശിവപ്രസാദ് സ്വാഗതവും ജോസി MG നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ.